നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. നേരം പുലർന്നു തുടങ്ങിയപ്പോഴേയും കാര്യം കേട്ടറിഞ്ഞവരൊക്കെ മേലാറ്റൂർ മനയിൽ ഓടിക്കൂടിയിരുന്നു. ഭദ്ര ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് വാർത്ത വരുന്നത്. എന്നത്തെയും പോലെ വെളുപ്പിനെഴുന്നേറ്റ തുളസിയാണ് ഭദ്ര മുറിയിലില്ല എന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. മുറ്റത്തും ബാത്റൂമിലൊക്കെ അന്വേഷിച്ച തുളസി തറവാടിനുള്ളിൽ തിരയുന്നതിനിടയിലാണ് കുളപ്പടവിൽ കിടക്കുന്ന വാടിയ മുല്ലപ്പൂക്കളും നീലാംബരി പൂക്കളും പാലപ്പൂക്കളും ഒക്കെ ശ്രദ്ധിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് രാത്രി എപ്പോഴോ തിരികെ വന്ന കൽപ്പനയും മായയും ലാവണിയൊക്കെ വിളിച്ചുണർത്തി കാര്യം പറയുമ്പോൾ അവറ്റകൾക്ക് തികഞ്ഞ പുച്ഛം മാത്രമായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ എന്റെ കാല് കണ്ടോ? അവള് ആ ഒരുമ്പെട്ടോളം എന്റെ കാല് തച്ചോടച്ചു. അവള് ഓടിച്ചിട്ട് തന്നെയാ ഞാൻ ആ ഗോവണി ഓടി കയറിയത്. നടു അനക്കാൻ കഴിയില്ല എനിക്ക്. നട്ടയില് പൊട്ടിയെന്നാ സംശയം. അപ്പോഴാ ഭദ്രയെ കാണില്ല പോലും. പഴയ പോലെ പ്രാന്തുമൂത്ത് ഇറങ്ങി ഓടിയതാവും. ഇല്ലേന് വല്ലവനെയും കൂടെ പോയി കാണും. അല്ല പിന്നെ. കൽപ്പന ഒച്ചയെടുക്കുമ്പോഴും തുളസി തേയും കൊണ്ട് തന്നെ നിന്നു. ദൈവദോഷം പറയരുത് കൽപ്പനെ. ഭദ്രക്കുഞ്ഞ് കുളത്തിൽ ചാടി തന്നെയാ. ആ ചാവിങ്ങിതാ, നിലക്കുഞ്ഞിനെ അറിയിക്കട്ടെ. എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ മതിയാവും. ആരെങ്കിലും അറിയിക്കണ്ടേ? നിർത്തടി, അവള് നീന്തു മോങ്ങുന്നു. ഈ വീട്ടിലെ ആണുങ്ങളൊന്ന് വന്നോട്ടെ. നിന്റെ നിലക്കുഞ്ഞിന്റെ അഹങ്കാരം എനിക്ക് തീർക്കണം. അവളെന്നെ ചെയ്തു വെച്ചേക്ക് നീ കണ്ടോ? അവൾക്കും തള്ളയുടെ കൂട്ട് മുഴുത്ത ഭ്രാന്ത. തുറന്നു വിട്ടാറേ അവള് ചിലപ്പോ എന്നെ കൊല്ലും. കൽപ്പനയുടെ ആക്രോശം കേട്ട് തുളസി കണ്ണുകൾ അമർത്തി തുടച്ചു. ഇവറ്റകളുടെ സഹായം കിട്ടില്ലെന്നും എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുമെന്ന് തുളസിക്ക് മനസ്സിലായി. ഞാൻ നാട്ടുകാരെ അറിയിക്കാൻ പോവാ, പോലീസ് വരട്ടെ. അതും പറഞ്ഞ് തുളസി നടുമുറിയിലേക്ക് ഇറങ്ങി. നീലാംബരി കിടക്കുന്ന മുറിയുടെ മുന്നിലെത്തി വാതിൽ മുട്ടാൻ ഉയർത്തിയ കൈ തുളസി പിൻവലിച്ചു. പാവം, അറിഞ്ഞാ കുഞ്ഞിനെ സഹിക്കില്ല. ഈ മുറി കിടന്നത് അലമുറിയിടും. ഉറങ്ങിക്കോട്ടെ. എന്റെ ദേവി, എനിക്ക് പിടിച്ചേൽക്കാൻ നീ ശക്തി തരണേ. തുളസി കരഞ്ഞു വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. തുളസി പറഞ്ഞാണ് ഗൗതം കാര്യങ്ങൾ അറിയുന്നത്. ജാൻ പറഞ്ഞ പ്രകാരം കാലകേനെയും ആദിത്യനെയും മുകുന്ദനെയും രാത്രിയിൽ എപ്പോഴോ തോക്കിന്റെ മുന്നിൽ നിന്ന് റിലീസ് ചെയ്തതാണ്. ആ സ്പോട്ടിൽ തന്നെ കാറിൽ കയറി അവന്മാർ പോവുകയും ചെയ്തു. 1-2 ഗാർഡ്സ് അവരെ പിന്തുടർന്നു പോയെങ്കിലും ഗൗതം അപ്പോഴും തറവാടിന് പുറത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ നിജസ്ഥിതി മനസ്സിലാക്കിയ ശേഷം ഗൗതം ജാനെ വിവരം അറിയിച്ചു. വാട്ട്? കേട്ട വാർത്തയിൽ ജാൻ തറഞ്ഞു നിന്നുപോയി. അതെ സർ, സൂയിസൈഡ് ആവാനാണ് സാധ്യത. കാരണം ഇവിടെ മറ്റാരും തന്നെ ഇല്ല. ശശിധരന്റെ ഭാര്യയുടെ കാലിൽ പ്ലാസ്റ്റർ കിട്ടിയ അവസ്ഥയിലാണ് അവർ മടങ്ങി വന്നത്. അവൾ മെല്ലെ വിളിച്ചും അയാൾ അവൾക്കായി ഒരു വരണ്ട ചിരി സമ്മാനിച്ചു. ഏയ്, അവൾക്കൊന്നുമില്ല, കളിപ്പിക്കുക. അവൾക്ക് വലിയ ഇഷ്ടാണേ എല്ലാവരും ഇങ്ങനെ വട്ടാക്കാൻ. പുറത്തേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വരമിടറി. അല്പം മാറി 2 ചെയറുകളായി മാധവി നിർമ്മല ഇരിക്കുന്നുണ്ടായിരുന്നു. നിർമ്മല ആകെ തളർന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ മാധവി സ്വന്തം ഭാവി ജീവിതം ഓർത്തുള്ള ആകുലതയിലായിരുന്നു. കിരൺ ജയേന്ദ്രന്റെ മറുവശത്തായിരുന്നു. ഗ്രാൻഡ്പ ടെൻഷൻ ആവില്ലേ? ഗ്രാൻഡ്മയ്ക്കൊന്നുമില്ല, നമ്മളെല്ലാവരും ഇല്ലേ? ഗ്രാൻഡ്പ പെട്ടെന്ന് എന്താ ഉണ്ടായത്? ബാക്കിയുള്ളവർക്ക് എവിടെയാ? ശിവയങ്കള്, ശ്രീനിയങ്കള്, ജാൻ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. കിരൺ ചോദിക്കുമ്പോൾ അയാൾ ശ്രീയെ നോക്കി ശേഷം സോഫയിൽ നിന്ന് എണീറ്റു. കിരൺ, നീ ഒന്ന് വന്നേ പറഞ്ഞുകൊണ്ട് ജയേന്ദ്രൻ മുന്നോട്ട് നടന്നു. കാവ്യ, ശ്രീയമ്മയെ നോക്കിക്കോ. കാവ്യ നോക്കി പറഞ്ഞ ശേഷം കിരൺ ജയേന്ദ്രനൊപ്പം നടന്നു. തലേ ദിവസം നീലാംബരിയുടെ വീട്ടിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അത്രയും ജയേന്ദ്രൻ കിരണിനോട് പറഞ്ഞു കേൾപ്പിച്ചു. കേട്ടതിന്റെ ഞെട്ടലിൽ കിരണാകെ തറഞ്ഞു നിന്നുപോയി. എന്നിട്ട് ജാൻ, അവനറിഞ്ഞ കാര്യങ്ങള്? ഇല്ല, ഈ നിമിഷം വരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല കിരൺ. ശ്രീനിവാസൻ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. എന്നെ മോനെ അവരില്ലാതാക്കിയത് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ലടാ. പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു പോയി. ഇത്രയും നേരം പിടിച്ചു വെച്ച അത്രയും അദ്ദേഹം കണ്ണുനീരായി ഒഴുക്കി. ഏയ്, ഒന്നുമില്ല, ഗ്രാൻഡ്പ കരുതും പോലെയല്ല കാര്യങ്ങള്.
ഭദ്രാമ അച്ഛൻ്റെ വേറൊരു കാമുകയല്ല. നീലാംബരി നമ്മുടെ മോളാ, എൻ്റെ കുഞ്ഞു പെങ്ങള്. അച്ഛൻ്റെ ചോരയിൽ ജനിച്ച നമ്മുടെ മോള്. കൊലയാളി നമുക്കിടയിൽ സുഖിച്ച് ജീവിക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ ഞങ്ങളെല്ലാവരിൽ നിന്ന് ഒളിച്ചു വെച്ച്. ഒരു നിമിഷം ആര് വിശ്വസിക്കാൻ പാടില്ലെന്നറിയാതെ പോയതുകൊണ്ടാ ഗ്രാൻഡ് പേയോട് പോലും ഒന്നും പറയാതിരുന്നത്. ശ്രീനിവാസൻ അയാളാണല്ലേ എൻ്റെ അച്ഛനെ. കിരണിന്റെ മുഖം വലിഞ്ഞു മുറുകി. ജയേന്ദ്രൻ അപ്പോഴും ഞെട്ടൽ വിട്ടുമാറാ പകച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് കിരണിന്റെ നോട്ട് നീണ്ടത് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന മാധവിയിലായിരുന്നു. ഓഹോ, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ഭർത്താവിന് നേരെ കാര്യങ്ങൾ തിരിയുമെന്ന് ഇവർ കരുതി കാണില്ല അല്ലേ? എല്ലാം മനസ്സിലായപ്പോഴുള്ള ഇരുത്താവും അവരാ ഇരിക്കുന്നത്. പറഞ്ഞുകൊണ്ട് കിരൺ മാധവിക്ക് നേരെ പാഞ്ഞു. തളേ, എവിടെ നീടെ കെട്ടിയോൻ? കൊന്നു തള്ളു ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാധവിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കിരൺ. അയ്യോ മോനെ, വീടാവളെ, എന്താ നീ കാണിക്കുന്നേ? നിർമ്മല ചാടി എഴുന്നേറ്റുകൊണ്ട് കിരണിനെ തടഞ്ഞു. ഒപ്പം ശ്രീയും കാവ്യന്റെ അടുത്തേക്ക് പാഞ്ഞു. കിരൺ മോനു, നീ എന്തീ കാണിക്കുന്നേ? അവര് വീട്ട്, ഇത് ഹോസ്പിറ്റലാ. കിരൺ ഡാ പ്ലീസ്, അവര് വീട്ട്. കാവ്യന്റെ കൈക്ക് പിടിച്ചു. ആ കൈ കുടഞ്ഞു മാറ്റി കിരൺ അലറി. വിടേനെ, ഇവരെ ഞാനിന്ന് കൊല്ലും. അങ്ങനെയെങ്കിലും ഇവിടെ ഭർത്താവിന്റെ മുമ്പിൽ വരുമല്ലോ. എന്റെ അച്ഛനില്ലാതാക്കിയവനെ വീട്ടിയരിഞ്ഞ് കൊന്നുകളഞ്ഞാൽ. ആക്രോശത്തോടെ കിരൺ വിളിച്ചു പറയുന്ന കേട്ട് ശ്രീയും കാവ്യ ഒരുപോലെ ഞെട്ടി. കിരൺ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നോർത്താണ് ശ്രീ ഞെട്ടിയത്. കാവ്യക്ക് ഒന്നും തന്നെ മനസ്സിലായതുമില്ല. കിരൺ! ശ്രീയുടെ ഒച്ച പൊങ്ങിയതും കിരൺ മാധവിയുടെ പിടിവിട്ട് ശ്രീക്കടുത്തേക്ക് നിന്നു. ശ്രീയമ്മ, ഈ സ്ത്രീയാ ഗ്രാമീണ ഈ അവസ്ഥയ്ക്ക് കാരണം. പക്ഷെ ഇവര് കാരണം ഒരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു. ഇവരുടെ ഭർത്താവ് ആ ശ്രീനിവാസനായ എന്റെ അച്ഛനെ, എനിക്ക് അയാളെ കൊല്ലണം. വെട്ടിയരിഞ്ഞ് കൊല്ലണം ശ്രീയമ്മ. കിരൺ മോനു പ്ലീസ്, ഒച്ച കുറക്ക്. ഇതൊരു ഹോസ്പിറ്റലാ, ആൾക്കാർ ശ്രദ്ധിക്കുന്ന നീ കാണുന്നില്ലേ? പിന്നെ ഒരു കാര്യം, നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ നീ പറഞ്ഞ പോലെ തന്നെ ഉണ്ണിക്കുട്ടൻ വെട്ടി അരിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ. ശ്രീ പറഞ്ഞു. മാധവി അടക്കമുള്ള ഒരു സ്ത്രീയെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. അയ്യോ എന്റെ ശ്രീനേട്ടാ, എന്റെ ശ്രീനേട്ടാ. കേട്ടതും മാധവി അലമുറയിട്ട് കരയാൻ തുടങ്ങി. വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന് 1-2 പേർ മാധവിയുടെ നിലവിളി കേട്ട് അമ്പരന്നു. മാധവി ഫോൺ കയ്യിലെടുത്ത് എല്ലാവർക്കും നേരെ വിരൽ ചൂണ്ടി. എന്റെ ശ്രീനേട്ട് വല്ലതും സംഭവിച്ചാറുണ്ടല്ലോ, ഞാൻ എന്റെ ആദ്യം ഒന്ന് വിളിക്കട്ടെ. എല്ലാത്തിനും അവൻ കണക്കി ഒതുക്കും, ആരെയും വെച്ചേക്കില്ല അവൻ. പിന്നെ അവനങ്ങ് ഉണ്ടാക്കും, ഒന്ന് പോതളേ. പറഞ്ഞുകൊണ്ട് കിരൺ അവർക്ക് നേരെ പായാൻ തുനിഞ്ഞതും ശ്രീ അവനെ തടഞ്ഞു. ശ്രീക്ക് അപ്പോഴും മാധവി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ശ്രീനേട്ടനാണ് എല്ലാത്തിനെയും പിന്നിലെന്ന് നിന്നോട് ആരാ പറഞ്ഞ കിരൺ? ശ്രീ ഉറച്ച സ്വരത്തിൽ കിരണിനോട് ചോദിച്ചു. കിരൺ ജയേന്ദ്രനെ നോക്കി. ജയേന്ദ്രൻ ഒന്നും മിണ്ടാതെ ദൂരേക്ക് മുഖം തിരിച്ചു നിന്നു. ഈ നിമിഷം അയാൾക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. നീലാംബരിയുടെ സത്യാവസ്ഥ എല്ലാവരും ചേർന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് തന്റെ ഭാര്യയ്ക്ക് അവസ്ഥ വന്നെന്ന് അയാൾ ചിന്തിച്ചു. ഒരുപക്ഷെ നേരത്തെ കാര്യങ്ങൾ തങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കനകത്തെ സമാധാനപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു എന്ന് അയാൾ ഓർത്തു. ഈ സമയം നിർമ്മല സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. നീലാംബരിയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെയും നിർമ്മല സ്ത്രീയോട് പറഞ്ഞു. എന്നാ നിർമ്മലാമ്മയ്ക്ക് തെറ്റി. നിങ്ങളുടെ മകൻ ശിവനാഥുമേനോ ശിവേട്ടന്റെ സുഹൃത്ത് ശ്രീനിവാസനോ അല്ല നാഥുമേനോനെ ഇല്ലാതാക്കിയത്. നിങ്ങളുടെ ഭർത്താവ് രാമഭദ്രനും ശ്രീനിവാസന്റെ മകൻ ആദിത്യനും ചേർന്നാണ്. ഒപ്പം കൂടാൻ അതിഥികൾ കുറെ ഉണ്ടായിരുന്നു. നന്മയുടെ മൂടുപടാണിഞ്ഞവർ. അത്രമാത്രം പറഞ്ഞു. സ്ത്രീയുടെ ഫോണിൽ ജാന്റെ കോൾ വന്നിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ നിർമ്മല കസേരയിലേക്ക് വീണു. മാധവി ഫോണും ചെവിയിൽ വെച്ച് തറഞ്ഞിരുന്നു പോയി. ജയേന്ദ്രനും കിരണും കാവ്യമെല്ലാം ഇതേ അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയി. ഫോണിലൂടെ കേട്ട വാർത്തയിൽ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് ഊർന്നു വീണു. കിരൺ ഓടി അവർക്കടുത്തേക്ക് ചെന്നു. ശ്രീയമ്മ എന്താ? ശ്രീയമ്മ എന്താ ഒന്ന് പറയാവോ? എനിക്കെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കിരൺ സ്ത്രീയെ ശക്തിയിൽ കുലുക്കി. നിന്റെ ഫോൺ എവിടെ കിരൺ? നീട്ടിയൊരു ശ്വാസം വലിച്ചെടുത്ത് ശ്രീ അവനോട് ചോദിച്ചു. കാറിലാണ്. എന്തേ, എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരാ? വെപ്രാളത്തോടെ അവനും ചോദിച്ചു. ഉണ്ണിക്കുട്ടൻ. ജാൻ? അവനെന്തിനാ എന്നെ വിളിച്ച്? ഭദ്ര പോയി പറയുമ്പോൾ കണ്ണിലുരുണ്ടുകൂടിയ കണ്ണുനീർ ശ്രീയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ജയേന്ദ്രനെയും നിർമ്മലയെയും ഹോസ്പിറ്റലാക്കി കിരണും കാവ്യയും ശ്രീയും നീലാംബരിയുടെ തറവാട്ടിലേക്ക് പാഞ്ഞു. മാധവി ഒരു ടാക്സിയിൽ മാൻഷനിലേക്ക് തിരികെ പോയി. തന്റെ ബെഡ്റൂമിലെ ടേബിളിൽ നിന്നും ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചു. ACP റയാൻ മുഹമ്മദ് ദാറുസലാം. ആ ഫോട്ടോയിലുള്ളവരുടെ രൂപത്തിന് പുറമെ വിരലോടിച്ചു. ഒപ്പം കാതിലേക്ക് ഇക്കു എന്നൊരു വിളിയും അലയടിച്ചു. ഇക്കു. ഓർമ്മകളെ പിന്നിലാക്കി അവൻ പുറപ്പെടാൻ തയ്യാറായി. കമ്മീഷൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയവയാണ് ഫോണിലേക്ക് ഒരു കോള് വന്ന്. യെസ്, ACP റയാൻ. അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന തന്റെ ഔദ്യോഗിക വാഹനത്തിനടുത്തേക്ക് നടന്നു നീങ്ങി. യെസ് രാധാകൃഷ്ണൻ, രാവിലെ തന്നെ സ്ഥലം CA എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊരു സൂയിസൈഡ് കേസല്ലേ, അതൊക്കെ അവർ ഹാൻഡിൽ ചെയ്തു. ഞാൻ വന്നിരുന്നില്ല. റയാന്റെ താല്പര്യമില്ലായ്മ മനസ്സിലാക്കി കോൺസ്റ്റബിൾ രാധാകൃഷ്ണൻ കാര്യങ്ങൾ കുറച്ച് വിശദീകരിച്ചു. വേറൊരു സൂയിസൈഡ് കേസ് തന്നെയാ. പക്ഷെ നീലാംബരി എന്ന കുട്ടിയുടെ മാരേജ് മുടക്കാനെത്തിയ ക്രിമിനലിനെ സാറ് നേരിട്ടെത്തിയാൽ അറസ്റ്റ് ചെയ്ത്. അന്ന് എറണാകുളം വരെ സാറിനോടൊപ്പം ഞാനുണ്ടായിരുന്നു.
ആ കുട്ടിയുടെ കാര്യത്തിൽ സാറിന് പ്രത്യേക താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ സാറിനെ പോലെ ഹയർ റാങ്കിലുള്ള ഓഫീസർ അവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതാ ഞാൻ കാര്യം വിളിച്ച് സാറിനെ അറിയിച്ചത്. വാട്ട്? റയാൻ പരിസരം മറന്ന് അലറി. അതെ സർ, ആത്മഹത്യ ചെയ്തെന്ന് സംശയിക്കുന്ന ഭദ്ര ആ കുട്ടിയുടെ അമ്മയാണ്. ചെറുപ്പത്തിലെന്തോ മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു ഭദ്ര. പക്ഷെ എല്ലാം ഭേദമായിരുന്നതാ. ഞാനും കോൺസ്റ്റബിൾ ഷെഫീഖ് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. എസ് ഇതുവരെയും വന്നിട്ടില്ല. അതാ ഞാൻ സാറിനെ വിളിച്ചറിയിച്ചു. കോൾ കട്ടിന്ന് പറയാൻ സിയെ വിളിച്ച് അലറി. താനൊക്കെ ആർക്ക് വായിക്കാനിടാൻ പോയിക്കുവാണോ? ആ സ്ത്രീ മിസ്സിംഗ് ആയിട്ട് മണിക്കൂറുകളായി. കുളത്തിൽ ബോഡി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാൻ താനൊക്കെ സൂയിസൈഡ് ആണെന്ന് അങ്ങ് വിധി എഴുതിയോ? അവരാ കുളത്തിൽ ഉണ്ടെന്നുള്ളതിന് തനിക്ക് എന്താണ് ഉറപ്പുള്ളത്? വാട്ട്? പൂക്കളോ? വാട്ട് ദ ഹെൽ? എടോ സിഐ മൊണ്ണേ, തന്റെ മുന്നിൽ മിനിറ്റുകൾ മാത്രമേ ഇനിയുള്ളൂ. എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഫുൾ ഇൻഫോർമേഷൻ ഉച്ചക്ക് മുന്നേ കിട്ടിയിരിക്കണം. പച്ചപ്പുല്ല് വിരിച്ച നിലത്തിൽ തെളിഞ്ഞ നീലാകാശം നോക്കി അവൾ കിടന്നു. തനിക്ക് ചുറ്റും പൂമ്പാറ്റകൾ വട്ടമിട്ട് പറക്കുന്ന മനോഹര കാഴ്ചയിൽ മതിമറന്ന് കുഞ്ഞു നീലാംബരി പൊട്ടിച്ചിരിച്ചു. മുഖത്തേക്ക് പതിച്ച പുലർവെയിലിനെ മറച്ചുകൊണ്ട് രണ്ട് മുഖങ്ങൾ അവൾ നോക്കി പുഞ്ചിരി തൂയി മുന്നിലേക്ക് വന്നു. അവൾ ഇരുവരെയും മാറി മാറി നോക്കി. അമ്മ, അച്ഛാ. ഭദ്രയും നാഥും കുഞ്ഞു നീലാംബരിയെ കൂടി ചിരിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ നീലാംബരി ചിരിച്ചുകൊണ്ട് കണ്ണ് വലിച്ചു തുറന്നു. നിമിഷങ്ങളുടെ നീളം വേണ്ടി വന്നു അവൾക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ. കരഞ്ഞു കരഞ്ഞ് വെളുപ്പിനെപ്പോഴും ഉറങ്ങിപ്പോയതാണ് താൻ. നിലത്തുനിന്ന് ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നീലാംബരി. തുളസി, തുളസി, വാതിലുറക്ക്, തുളസി! നീലാംബരി വാതിൽ മുട്ടി ഉറക്കി വിളിച്ചു. നിലക്കുഞ്ഞേ, പാത്രക്കുഞ്ഞ്, അയ്യോ, ഞാൻ എങ്ങനെ ഈ കുട്ടിയോട് ഇത് പറയും? തുളസി സ്വയം തലക്കടിച്ച് കരഞ്ഞു. അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് എന്താത്? നീലാംബരി അലമുറയിട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും സ്ഥലം സിയും എസ് ഐയൊക്കെ തറവാട്ടിലെത്തിയിരുന്നു. അവർ വേഗത്തിൽ നടന്ന് കുളത്തിന്റെ ഭാഗത്തേക്ക് പോയി. കൂടെ 3-4 ഡൈവേഴ്സും ഉണ്ടായിരുന്നു. പുറകെ ഓടിയ കോൺസ്റ്റബിൾ ഷെഫീഖിനോട് തുളസി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. സാറേ, ഈ വാതിൽ ഓർക്കാനൊന്ന് സഹായിക്കൂ. ഇവിടുത്തെ കുട്ടി ഇവിടെയുള്ള ഒരു പൂട്ടിയിട്ടേക്കുക. പുറത്തുനിന്ന് സഹായത്തിന് വിളിക്കാൻ ആരും ഇതിനകത്തേക്ക് അയറ്റുന്നില്ല. തുളസിയുടെ പദം പറച്ചിൽ കേട്ടുകൊണ്ട് അടുത്ത മുറിയിൽ കിടന്ന കൽപ്പന ഉറക്കെ പറഞ്ഞു. സാറേ, തുറക്കല്ലേ, അതിനുള്ളിൽ കിടക്കുന്നവൾക്ക് മുഴുത്ത ഭ്രാന്താ. എന്റെ കോലം കണ്ടോ? എന്റെ കാലും നടുവോൾ തല്ലി ഒടിച്ചു. തള്ളേക്കൊന്ന് അവളാണോന്ന് എനിക്കൊരു സംശയമുണ്ട് സാറേ. തുറന്നു വിട്ട് അവൾ ഓടി രക്ഷപ്പെടും. കൽപ്പന പറയുന്ന കേട്ട് കോൺസ്റ്റബിൾ ഷെഫീഖ് തുളസിയൊന്ന് ഇരുത്തി നോക്കി. എന്റെ ജോലി കളിക്കലേ പെണ്ണും പിള്ളേ, കുറച്ചേരം അവൾ ഇതിനകത്ത് കിടക്കട്ടെ. ബോഡി മുങ്ങി തപ്പി പുറത്തെടുക്കട്ടെ ആദ്യം. എന്നിട്ടാവും ഇവളെ തുറന്നു വിടാതോ വേറെ എവിടെയും കൊണ്ടുപോയി പൂട്ടിയിടണമെന്നൊക്കെ ആലോചിക്കുന്നത്. അയാൾ പോയതും നീലാംബരി ശക്തിയിൽ വാതിൽ മുട്ടി. തുളസി, ആരുടെ ബോഡിയാ? അമ്മയുടെ കാര്യം അയാൾ പറഞ്ഞ്. അമ്മ എവിടെ പോയെന്നാ? എന്താ അവിടെ ഒരു ബഹളം? അയ്യോ, വാതിൽ തുറക്ക്. കുഞ്ഞെ, ബദർ കുഞ്ഞ് ആ കുളത്തിലുണ്ട്. എനിക്ക് ഉറപ്പാ ആ കുളത്തിലുണ്ട്. കരഞ്ഞുകൊണ്ട് തുളസി വാതിൽക്കിലേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു. കിരണിന്റെ കാർ തറവാട്ടിലെത്തുമ്പോൾ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ശക്തിയായ ഇടിയിലും മഴയിലും പടിപ്പുരക്ക് പുറത്തുകൂടിയ നാട്ടുകാർ പല വഴിക്ക് പിരിഞ്ഞോടി. പുറത്തുനിന്ന് ആരും അകത്തിടക്കാതിരിക്കാൻ പോലീസുകാർ പടിപ്പുരയിൽ കാവൽ നിൽപ്പുണ്ടായിരുന്നു. തങ്ങളെ തടയാൻ ശ്രമിച്ച പോലീസുകാരോട് കിരൺ കയർത്തു. ഇതേ സമയം തന്നെയാണ് ചീറിപ്പാഞ്ഞുകൊണ്ട് ജാന്റെ കാർ പടിപ്പുരക്ക് മുന്നിലായി വന്നു നിന്നു. മഴ വകവെക്കാതെ ജാൻ വേഗം തന്നെ ഡോർ വന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ശക്തിയിലൊരു മിന്നൽ പിണർ ഭൂമിയിലേക്ക് പതിച്ചിരുന്നു. വലിഞ്ഞു മുറിയ മുഖവുമായി ഉറച്ച ചൂടുകളോടെ വേഗത്തിൽ നടന്നു വന്നവൻ കാര്യങ്ങളുടെ കിടപ്പുവശം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു. കണ്ണിലെരിയുന്ന അഗ്നിയുമായി മുന്നിൽ വന്ന് നിൽക്കുന്നവനെ പോലീസുകാർ ഒരു പകപ്പോടെ നോക്കി. തടയാൻ ശ്രമിച്ച ഒരുവനെ യൂണിഫോമിന്റെ കോളിൽ തൂക്കിയെടുത്ത് ചെളി നിറഞ്ഞ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു അവൻ. മറ്റു പോലീസുകാർക്ക് നേരെ വിരൽ ചൂണ്ടി മുരണ്ടു അവൻ. തടയാൻ വന്ന പറയിലും മുറ്റത്തേക്ക് ചൂടുവെച്ചതിന്റെ പുറകെ മറ്റുള്ളവർ നടന്നു കഴിഞ്ഞിരുന്നു. ശ്രീനിവാസന്റെ കണ്ണുകൾ ഏതോർമ്മയിൽ ഇടതടവില്ലാതെ നിറഞ്ഞുകൊണ്ടിരുന്നു. അകത്തേക്ക് കയറി വരുന്ന മേനൻ കുടുംബത്തെ കാണെ തുളസി നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റു. മോനെ, നിലക്കുഞ്ഞ്. തുളസി വാതിലിന് നേരെ വിരൽ ചൂണ്ടി. ജാൻ ഉറക്കി വിളിച്ചുകൊണ്ട് വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചു. ഉണ്ണീട്ട, അമ്മ കുളത്തില്. ആൾ കരഞ്ഞു പറഞ്ഞുകൊണ്ട് വാതിൽ അടിച്ചു. അപ്പോഴെല്ലാം തലേ ദിവസം നടന്ന കാര്യങ്ങൾ തുളസി അവന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം കിരണും ശിവനാഥ് മേനോനും ശ്രീനിവാസിന്റെ പുറകെ കുളത്തിനടുത്തേക്ക് ഓടി. മൂവ് ബാക്ക്, ഉറക്കെ പറഞ്ഞുകൊണ്ട് ജാൻ വാതിലിൽ ആഞ്ഞു ചവിട്ടി. അവന്റെ ഒറ്റ ചവിട്ടിൽ വാതിൽ പുറകിലേക്ക്. ആ നിമിഷം തന്നെ നീലാംബരി പുറത്തേക്ക് ഇറങ്ങി ഓടി. അവളുടെ പുറകെ കാവ്യയും സ്ത്രീയും ഓടി. ജാൻ ആദ്യം കയറിയത് കൽപ്പനയുടെ മുറിയിലായിരുന്നു. കട്ടിലോടെ എടുത്തുയർത്തി കൽപ്പന അവർ പുറത്തേക്ക് എറിഞ്ഞു. ഒടിഞ്ഞ കാൽ കട്ടിലിനടിൽ കുടുങ്ങിയത് അവർ വേദനയിൽ അലറിക്കരഞ്ഞു. അയ്യോ, എന്നെ കൊല്ലുന്നേ! മിണ്ടിപ്പോരുത്, ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങളെ ഞാൻ അങ്ങ് കൊന്നുകളയും. ജാൻ മുരണ്ടതും പൂച്ച കുഞ്ഞുങ്ങളെ പോലെ മായുലാവണിയും ഭയത്തോടെ മുറിയുടെ മൂലയിൽ പതുങ്ങി. സർ, അടിയിൽ വലിയൊരു കിണറുണ്ട്, ഡേവിഡ്സിലൊരാൾ വിളിച്ചു പറഞ്ഞു. ഓ, കുളത്തിനടിയിലും കിണറോ? കൊള.
ആ എന്തായാലും നിങ്ങൾ ശരിക്കും നോക്ക്. ഉച്ചക്ക് മുമ്പ് ശവം കിട്ടണം, ഇല്ലെങ്കിൽ ആ ACP എന്നെ ശവാക്കും. CA വലിയ താല്പര്യമില്ലാത്തവളെ പറഞ്ഞിരിഞ്ഞു. പുറകിൽക്കുന്ന കിരണിനെയും മറ്റുള്ളവരെയും കണ്ട് സംശയത്തോടെ നെറ്റി വിളിച്ചു അയാൾ. നിങ്ങളൊക്കെ ആരാ? ഇങ്ങോട്ട് ആരാ നിങ്ങളെ കടത്തിവിട്ട്? ഷെഫീഖേ, എടോ താൻ എവിടെ പോയി കിടക്കുമായിരുന്നടോ? CI കോൺസ്റ്റബിൾ ഷെഫീഖിനെ നോക്കി അലറിയതും SI അയാളുടെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു. എന്റെ പൊന്നു സാറെ, കണ്ണടച്ച് മിണ്ടാ നിന്നോ, ഇല്ലേ തലയിൽ തൊപ്പിയാണില്ല. ഇത് എറണാകുളത്തെ മേനോ കുടുംബ. ഇവിടുത്തെ പെങ്കൊച്ചിനെ കെട്ടിച്ചുവിട്ടേക്കുന്ന ആ കുടുംബത്തിലേക്കാ. സാറേ കിട്ടി, താമരവളിയിൽ ചുറ്റിപ്പണഞ്ഞെടുക്കുക. ആരോ വിളിച്ചു പറയുമ്പോഴാണ് ആർത്ത് കരഞ്ഞുകൊണ്ട് നീലാംബരി അവിടേക്ക് ഓടിയെത്തിയത്. അമ്മ! നിലവിളിച്ചുകൊണ്ട് പടവിളിറങ്ങാൻ തുടങ്ങിയവിടെ ഇരുകൈകളിലുമായി ശ്രീയും കാവ്യയും പിടിമുറുക്കി. വീട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അമ്മ അവിടെ കാണില്ല. അമ്മക്ക് കാല് വയ്യാത്ത, ഇങ്ങോട്ടേക്കൊന്നും അമ്മ വരില്ല. ശ്രീയുടെയും കാവ്യയുടെയും കൈകൾ കിടന്ന് പിടഞ്ഞതാണ് നീലാംബരി. അവളുടെ നിലവിളിയും കരച്ചിലും അവിടെ കൂടിയുന്നവരിൽ നോവുണർത്തി. അവളുടെ കരച്ചിൽ കാണാൻ കഴിയാതെ ജാർ മുഖം തിരിച്ച് നിന്നുപോയി. അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൻ ഉഴറി. അവൾ യാഥാർത്ഥ്യത മനസ്സിലാക്കട്ടെ എന്നോർത്ത് സ്വയം സമാധാനിച്ച കിരൺ നീലാംബരിയുടെ അടുത്തേക്ക് പോയി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കിരണേട്ട, അമ്മയുടെ ഇല്ല കിരണേട്ട. ഇല്ല മോളെ, നമ്മുടെ ഭദ്രാമ്മ ഇവിടെ ഇല്ല. അമ്മ വേറെ എവിടെ പോയതാ. മോള് വാ, ഇവിടെ നിൽക്കണ്ട. ഏട്ടനുണ്ട് മോൾക്ക്, വാ. കിരൺ ഇടറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ശ്രീയും കാവ്യയും സങ്കടം സഹിക്ക വയ്യാതെ കരഞ്ഞുപോയി. അപ്പോഴൊരു പകപ്പോടെ കുളത്തിലേക്ക് നോക്കി അവൾ അലമുറയിടുമ്പോൾ അതിനനുസരിച്ചെന്നപ്പോൾ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.